വീഴുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി CPIM അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടി നേരിടുന്നു. ഒരു സംശയവുമില്ല, അതിശക്തമായ ഭരണവിരുദ്ധ വികാരം, പിണറായി വിരുദ്ധ വികാരം എന്ന് ഒറ്റവാക്കിൽ പറയാം. കൈവിട്ടുവെങ്കിലും 2 സീറ്റ് LDF നേടുന്നുണ്ട്. പക്ഷേ തൊട്ടു താഴത്തെ കളത്തിൽ BJPക്ക് തുല്യമായ സംഖ്യയാണ് കാണുന്നത് എന്നുള്ളത് കൊണ്ട് ഇടതു രാഷ്ട്രീയം ഒന്ന് ആഘോഷിക്കാൻ കഴിയാത്ത, ഒരു സീറ്റ് കൈവിട്ടാൽ എന്താ 2 സീറ്റും ഞങ്ങൾ നേടിയില്ലേ എന്ന ചോദ്യത്തിന് പോലും പകച്ചു നിൽക്കുന്ന രാഷ്ട്രീയം കേരളത്തിൽ കാണേണ്ടതുണ്ട്. ഏറെ നേരം LDFന്റെ കളത്തിൽ 1, BJPയുടെ കളത്തിൽ 2 സീറ്റുകളിൽ ലീഡ് നില കണ്ടപ്പോൾ കേരളത്തിന്റെ ഇടതു രാഷ്ട്രീയം എത്രത്തോളം ഞെട്ടിത്തെറിച്ചു എന്ന് നമുക്ക് ആലോചിക്കാവുന്നതാണ്. ഇപ്പോഴും അത് 2-2 വടകര 50,000 പിന്നിട്ടു. വടകരയിലെ ഷാഫി പറമ്പലിന്റെ ലീഡ് 50,323 ഇപ്പോൾ. പാലക്കാട്ടെ VK ശ്രീകണ്ഠന്റെ ലീഡ് 47,831. UDF തരംഗമുണ്ടായ 2019 10,000 വോട്ടിന് ജയിച്ച ശ്രീകണ്ഠൻ അത് 4 ഇരട്ടിയായി വർദ്ധിപ്പിക്കുന്നു. പാലക്കാടൊക്കെ തരംഗമാണ്. യഥാർത്ഥ തരംഗം ഇപ്പോഴാണ്. ഞെട്ടിപ്പിക്കുന്ന ലീഡാണ് VK ശ്രീകണ്ഠൻ നേടുന്നത്. പാലക്കാട് മണ്ഡലത്തിന്റെ ഒരു ഭൂമിശാസ്ത്രം പരിശോധിച്ചാൽ എങ്ങോട്ടെടുത്താലും പട്ടാമ്പി, ഷൊർണൂർ, ഒറ്റപ്പാലം എല്ലാ മണ്ഡലങ്ങളും, കോങ്ങാട് തുടങ്ങിയ എല്ലാ മണ്ഡലങ്ങളും LDFനെ തുണയ്ക്കുന്ന, LDFന് 10,000 വോട്ട് ലീഡുള്ള മണ്ഡലങ്ങളാണ്. പക്ഷെ അവിടെയൊക്കെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടാണ് VK ശ്രീകണ്ഠൻ മുന്നേറുന്നത്. കഴിഞ്ഞ രാഹുൽ ഗാന്ധി തരംഗത്തിൽ 11,000 വോട്ടിന്റെ ഭൂരിപക്ഷം. പക്ഷേ അന്ന് എതിരാളി MP രാജേഷ് ആണ്. MP രാജേഷിന്റെ രാഷ്ട്രീയാതീതമായ സ്വന്തം വോട്ടുകളുള്ള മണ്ഡലമാണ്. ഇന്ന് പക്ഷേ VK ശ്രീകണ്ഠൻ ആ ഗെയിം കുറച്ചുകൂടി എളുപ്പമാണ്. വിജയരാഘവനെ സ്ഥാനാർത്ഥിയാക്കിയത് മുതൽ പാളിയിരിക്കുന്നു. നോക്കൂ, 1,58,348 വോട്ടുകൾക്കാണ് ഹൈബി ഈഡൻ ലീഡ് ചെയ്യുന്നത്. കഴിഞ്ഞ തവണത്തെ ലീഡ് മറികടക്കും. കൊച്ചിയുടെ ബിഗ് ബി ഷാഫി മറികടക്കും. തന്നോട് തന്നെയാണ് ഹൈബി ഈഡന്റെ മത്സരം കഴിഞ്ഞ് നമ്മളെല്ലാവരും പറഞ്ഞു ഹൈബി ഈഡൻ അത്രയും ഭൂരിപക്ഷം നേടില്ല. ഇന്നലെ പോലും പറഞ്ഞു അല്ല, ഹൈബി ഈഡന്റെ ഭൂരിപക്ഷം മിക്കവാറും 2 ലക്ഷത്തിനടുത്താണ്. പലയിടത്തും അതല്ലേ. ഇപ്പൊ MK രാഘവന്റെ ഭൂരിപക്ഷം കഴിഞ്ഞ തവണത്തേക്കാൾ മറികടന്ന് പോവുകയാണ്. അതിലും വലിയൊരു കൗതുകം ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ കാണുന്നത് ഇൻഡോറിൽ നിന്നാണ്. അവസാന ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥി അക്ഷയ് കാന്തി വിട്ടുപോയിരുന്നെങ്കിൽ അതിനുശേഷം BJPയിൽ ചേർന്ന കാന്തിക്ക് പകരമായി നോട്ടയ്ക്ക് വോട്ട് ചെയ്യാൻ കോൺഗ്രസ് ആഹ്വാനം ചെയ്തിരുന്നു. നോട്ടയ്ക്ക് അവിടെ ഇതുവരെ 1,11,691 വോട്ട് നോട്ടയ്ക്ക് കിട്ടുമ്പോൾ അത് മധ്യപ്രദേശിലെ ഇൻഡോറിൽ, മധ്യപ്രദേശിലെ അഭിനവ് ഭാരതിയുടെ ഇൻഡോറിൽ, മധ്യപ്രദേശിലെ ഇൻഡോറിൽ അത് നടക്കുമ്പോൾ അത് അപ്രതീക്ഷിതം. ജനഹിതം നോട്ടയ്ക്കെങ്കിൽ 1 ലക്ഷത്തിലേറെ വോട്ട് നോട്ടയ്ക്ക് കിട്ടുമ്പോൾ അതിനെ പ്രതികരണം. ആറ്റിങ്ങലിൽ സൂപ്പർ സർപ്രൈസ്, 3 സ്ഥാനാർത്ഥികളും ഒപ്പത്തിനൊപ്പം. ആറ്റിങ്ങൽ അക്ഷരാർത്ഥത്തിൽ ഒരു ത്രികോണ മത്സരം, ഓരോ ഇഞ്ചോടിഞ്ച് സംഭവിക്കുന്നു ആറ്റിങ്ങലിൽ. ഈ ദിവസത്തെ ഹീറോ MK രാഘവൻ കോഴിക്കോട്ടെ ഇടത് കോട്ടകളിൽ അവനൊരു ദുസ്വപ്നത്തിലും പ്രതീക്ഷിക്കാത്ത വലിയ ആഘാതം ഏൽപ്പിച്ചിരിക്കുന്നു. 4ാം വിജയം നേടുന്നു MK രാഘവൻ UDF. വലിയ 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 വിജയങ്ങൾ. ആറ്റിങ്ങൽ മാത്രമാണ് ഇനി വലിയ കൗതുകം അവശേഷിപ്പിക്കുന്നത്. തിരുവനന്തപുരത്ത് ശശി തരൂരിന് തിരികെ വരാൻ കഴിയുമോ എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. 1,12,000 സ്വന്തം ലീഡ് ലെവൽ ഉയർത്തിക്കൊണ്ട് MK രാഘവൻ കോഴിക്കോടിന്റെ രാഘവേട്ടനാണ് എന്ന് വീണ്ടും തെളിയിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖരന്റെ ലീഡ് കുറയാൻ തുടങ്ങി. 17,072 രാജീവ് ചന്ദ്രശേഖരന്റെ ലീഡ് കുറയുന്നു. ഇനി എണ്ണുന്നത് കോവളം, പാറശാല കുറയുമോ? പണ്ട് ഇതുപോലെ രാജഗോപാൽ ജയിച്ചു എന്ന് തോന്നിച്ചെടുത്ത് തോറ്റിട്ടുണ്ട്. അവർ ചരിത്രം ആവർത്തിക്കുകയാണോ? ശശി തരൂരിന്റെ ശക്തി കേന്ദ്രങ്ങളിലെ വോട്ട് ഏതു ഗതിക്ക് പോകുമെന്നതനുസരിച്ചാണ് കേരളത്തിൽ താമര വിരിയുമോ എന്ന ചോദ്യത്തിന് ഉത്തരം വരാനിരിക്കുന്നത്. നിലവിൽ 17,072 വോട്ടിന്റെ ലീഡാണ് രാജീവ് ചന്ദ്രശേഖരനുള്ളത്.